ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. എൻ്റെ പേര് ശാലിനി. ഞാൻ കൊട്ടാരക്കര പുത്തൂരിൽ നിന്നാണ് വരുന്നത്. ഇത്രയും എനിക്ക് അമ്മ മാതാവും കർത്താവും തന്ന അനുഗ്രഹത്തിന് ഞാൻ ആദ്യം നന്ദി പറയുന്നു. ഞാൻ 10/2/2024 ഉടമ്പടി എടുത്തത്. എൻ്റെ വീട് ജപ്തിയായിട്ടിരുന്നയായിരുന്നു. ആ സമയത്ത് ആരും സഹായിക്കാനില്ലാത്തൊരവസ്ഥയായിരുന്നു. ഒരുപാടെടുത്തു പോയി പൈസയ്ക്കായിട്ട് ആർക്കും സഹായിക്കാനൊക്കാത്തൊരവസ്ഥയായിരുന്നു. അവസാനം 2 വർഷമായിട്ട് ജപ്തിയായിട്ട് കിടന്നയായിരുന്നു. പിന്നെ 1,80,000 രൂപ അടയ്ക്കണമായിരുന്നു. അതിന് പൈസ ഇല്ലാതെ വന്നപ്പോൾ ഞാൻ നിൽക്കുന്ന ജോലി സ്ഥലത്ത് എന്നെ അറിയാവുന്നൊരു അധ്യാപകൻ എന്നെ കണ്ടിട്ട് പറഞ്ഞു, ശാലിനി ഒരു കാര്യം ചെയ്യ്, കൃപാസനത്തിലൊന്ന് പോയിട്ട് വരാൻ പറഞ്ഞതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇവിടെ വന്നു. പക്ഷെ ഒരുപാട് ദൂരെ നിന്ന് വരുന്നതുകൊണ്ട് എനിക്കന്ന് ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അമ്മയോട് പറഞ്ഞിട്ടാണ് പോയത്, എൻ്റെ ജപ്തിയിൽ നടപടി മാറ്റി തരുവാണെങ്കിൽ ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി എടുക്കുമെന്ന്. ഞാൻ വീട്ടിൽ ചെന്ന് 3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് തരത്തില്ലെന്ന് പറഞ്ഞവർ വരെ എനിക്ക് പൈസ തന്ന് സഹായിച്ചു. അന്നേരം എനിക്ക് തോന്നി ബാങ്കിൽ സാറിനെ ഒന്ന് വിളിക്കണമെന്ന്. ഞാൻ ആദ്യം വിളിച്ചു, ഇച്ചിരി കുറവ് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചു പൈസ. അന്നേരം പറഞ്ഞ് നടക്കത്തില്ലെന്ന്. 2-3 ആവർത്തി വീണ്ടും വിളിച്ചിട്ട് ഒക്കത്തില്ലെന്ന് പറഞ്ഞു. വീണ്ടും പിറ്റേന്ന് എന്നെ വിളിക്കുന്നു. 1,80,000 രൂപ അടയ്ക്കേണ്ടടുത്ത് ഞാൻ വെറും 80,000 രൂപ അടച്ചാൽ മതിയെന്ന്. അങ്ങനെ അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഞാൻ ഉടനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അതിനുശേഷം ഞാൻ പൈസയിലല്ല, ഇത്രയും ഒരുപാട് കടമിടപാടുകൾ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ പൈസയിലല്ല ആഗ്രഹിച്ചത്. എൻ്റെ കുഞ്ഞുങ്ങളെ നല്ല വഴിക്ക് എത്തിക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതിനായിട്ട് എൻ്റെ മോൾക്ക് ക്രിക്കറ്റിനൊരു സെലക്ഷൻ കിട്ടി. കൊല്ലം ജില്ലയിൽ അവൾ കളിക്കാൻ പോയി. പക്ഷേ തലേന്നന്ന് മെഴുകുതിരി കത്തിച്ച സമയത്ത് മാതാവ് ആ മെഴുകുതിരിയിൽ പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ എനിക്കറിയായിരുന്നു എൻ്റെ മാതാവ് എന്തെങ്കിലും ഒരു വിജയം എൻ്റെ മോൾക്ക് കൊടുക്കുമെന്ന്. പക്ഷേ കൊല്ലം ജില്ലയിൽ അവൾക്ക് 1ാം സ്ഥാനം കിട്ടി ക്രിക്കറ്റിന്. അത് കഴിഞ്ഞ് അവൾക്ക് സ്റ്റേറ്റിലോട്ട് സെലക്ഷൻ കിട്ടി. സെലക്ഷൻ കിട്ടുന്നതിന് മുമ്പേ കിട്ടുമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ ഞാൻ അമ്മ മാതാവിനോട് മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു, അമ്മേ അവൾക്ക് കിട്ടണേന്ന്. പക്ഷേ അന്നേരവും കൊണ്ടുപോകാനൊരു കാശ് രൂപ കൊടുത്തു വിടാൻ എൻ്റെ കയ്യിലില്ലായിരുന്നു. പിറ്റേന്ന് പോകണം, സെലക്ഷൻ ആയില്ല. തലേന്നേ വിളിച്ചു പറയും. അമ്മ മാതാവിൻ്റെ ഈശോപ്പയുടെ അനുഗ്രഹത്തിൽ 2 ദിവസത്തോടെ നീട്ടിത്തന്നത്. ഞാൻ ഉടനെ ഇവിടെ വന്ന് അമ്മയുടെ ഒരു കാശ് രൂപം കൊണ്ടുവന്ന് എൻ്റെ കുഞ്ഞ് പോയപ്പം മോടെ പോക്കറ്റിലിട്ട് പിന്ന് കുത്തി കൊടുത്ത്. എന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ 8ാം സ്ഥാനത്തിൽ 1 സ്ഥാനം എൻ്റെ മോൾക്ക് കൊടുക്കണേന്ന്. പക്ഷേ അമ്മ എൻ്റെ കുഞ്ഞിന് 3ാം സ്ഥാനം സ്റ്റേറ്റിൽ കൊടുത്ത് ഒരു വെങ്കല മെഡൽ കൊടുത്ത് അനുഗ്രഹിച്ചു. അത് എൻ്റെ അമ്മ മാതാവിൻ്റെ അനുഗ്രഹം. എന്നിട്ടും എൻ്റെ മക്കളമാര് വിശ്വസിച്ചിട്ടില്ല. വെഞ്ചരിച്ച ഉപ്പും തൈലമെല്ലാം കൊടുക്കും ഞാൻ, അതിനൊന്നും മടിയില്ല. എന്നാലും അമ്മയിൽ വിശ്വസിക്കുന്നില്ല അവരൊരിക്കൽ പോലും. എന്നിട്ട് ഞാൻ മോളോട് പറഞ്ഞു, മോള് 10ാം ക്ലാസ്സിൽ പഠിക്കുക, മോൾ അമ്മയിൽ വിശ്വസിക്കണം. അതിന് മോളൊരു കാര്യം ചെയ്യണം, മോൾക്ക് 10ൽ A+ ആയിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ A ആയിരിക്കും, അതിനപ്പുറം അമ്മ തരത്തില്ല, കുറഞ്ഞ മാർക്കല്ല അമ്മ മോൾക്ക് തരുന്നതെന്ന് പറഞ്ഞു. എങ്കിൽ ഞാൻ അമ്മയെ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പം മോൾക്ക് 10ലെ റിസൾട്ട് വന്നപ്പോൾ 8 A+ 2 Aയും കൊടുത്ത് അമ്മയെ അനുഗ്രഹിച്ച്. ഒന്നും എഴുതാത്ത വിഷയത്തിന് ഹിന്ദിക്ക് വരെ A+ കൊടുത്ത് എൻ്റെ കുഞ്ഞിനെ അനുഗ്രഹിച്ച്. എൻ്റെ മക്കൾ നല്ലതാവണമെന്നേ ഉള്ളൂ എനിക്ക് ആഗ്രഹം. ഇത്രയും നാളും എന്നെ അനുഗ്രഹിച്ച കർത്താവിന് ഈശോപ്പയ്ക്കും ഒരുപാട് നന്ദി. എന്തൊരു വിഷമഘട്ടത്തിലും എന്നെ ഒരുത്തർ സഹായിക്കാനില്ലെങ്കിലും ഞാൻ മെഴുകുതിരി കത്തിക്കുന്ന സമയത്ത് ആ മെഴുകുതിരിയിൽ ആ കരയുന്ന ദിവസം ആ മെഴുകുതിരി അമ്മ പ്രത്യക്ഷപ്പെടാറുണ്ട്. ഒരുപാട് രൂപത്തിൽ അമ്മ മിക്കവാറും ഇത്രയും നാളിനകം വെച്ചും ഒരുപാട് വട്ടം ഞാൻ അമ്മയെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് അമ്മ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മോക്ക് ക്രിക്കറ്റിന് കോച്ചിങ്ങിന് പോകണമെന്നുണ്ട്. അതിന് അമ്മയുടെ കൈ വിടാൻ ഒരുപാട് ചിലവുണ്ട്, പൈസയില്ല. അതുകൊണ്ട് അമ്മ മാതാവിൻ്റെ അനുഗ്രഹത്തിൽ അവൾക്ക് സ്പോൺസറായിട്ട് ഒരുപാട് പേര് വന്ന് ഇപ്പം അവരുടെ ചിലവിൽ അവൾ പോകുന്നത് കോച്ചിങ്ങിന് കൊട്ടാരക്കര. ഇപ്പം തന്നെ ഒരാൾ വന്ന് 15,000 രൂപ അവൾക്ക് കൊടുത്തു, കിറ്റ് മേടിച്ചു കൊടുത്തു, ഇതെല്ലാം കൊടുത്തു. പിന്നെ അവിടെ ചിലവുകൾ മൊത്തം അവരാ, ഞങ്ങളൊന്നും അറിയണ്ടെന്ന് പറഞ്ഞ് അമ്മ മാതാവ് യേശുവപ്പയും അനുഗ്രഹിച്ചതാ. ഞങ്ങളുടെ കൈ 1 രൂപ അവളെ പഠിപ്പിക്കാൻ, അവൾ ഒരുപാട് ആഗ്രഹിച്ച കാര്യം അവൾക്ക് ക്രിക്കറ്റിന് പോകണമെന്ന്. പക്ഷേ ഞങ്ങളുടെ കൈ നിവർത്തിയില്ല, ഞങ്ങളെ കൊണ്ട് ഒക്കുന്ന കാര്യമല്ല. പക്ഷേ അമ്മ മാതാവ് ഞങ്ങൾക്ക് മുമ്പേ അത് അറിഞ്ഞ് ചെയ്ത് എൻ്റെ കുഞ്ഞിനെ അനുഗ്രഹിക്കുകയും ചെയ്ത്. പിന്നെ അതുപോലെ തന്നെ
പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ചാൽ ഞാൻ പൊതിച്ചോറ് കെട്ടി പിന്നെ കൊടുക്കുമായിരുന്നു. പിന്നെ ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി പിന്നെ അവിടുത്തെ പിന്നെ രോഗികളെ കാണും. അതുപോലെ വൃദ്ധസദനത്തിൽ അമ്മമാരെയൊക്കെ ചെന്ന് കാണും. അവർക്ക് വേണ്ടുന്ന എന്നെ കൊണ്ട് ഒക്കുന്ന സഹായം ഒരുപാടൊന്നുമില്ലെങ്കിലും എൻ്റെ കയ്യിലുള്ളത് ഞാൻ കൊടുക്കും, അവർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ ദിവസേന ജോസഫ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കാണാറുണ്ട്. അരമണിക്കൂർ ബൈബിള് വായിക്കാറുണ്ട്. പിന്നെ പത്രം അമ്മയെ യേശുവപ്പയെ അറിയാൻ വേണ്ടി എല്ലാവരോടും പറഞ്ഞാണ് ഞാൻ കൊടുക്കുന്നത്. അത് പിന്നെ തിരസ്കരിക്കുന്നവർക്ക് ആർക്കും ഞാൻ കൊടുക്കത്തില്ല. ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഒരുപാട് പേര് ഉടമ്പടി എടുക്കാനും ഞാൻ പറഞ്ഞത് പ്രകാരം പിന്നെ അറിഞ്ഞും കേട്ടും ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്രയും തന്ന അനുഗ്രഹങ്ങൾ തന്നെ അമ്മയ്ക്ക് യേശുവപ്പയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. മരണം വരെ ഞാൻ എൻ്റെ ഉടമ്പടി തെറ്റിക്കത്തില്ല, ഉടമ്പടിയിൽ തന്നെ ആയിരിക്കും. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 31-ാം തിരുവചനം. എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുന്ന നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനു വേണ്ടിയാണ്. ശാലിനി എന്ന ഈ സഹോദരിയുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം നമുക്ക് മനസ്സിലാകുന്നത് പരിശുദ്ധ അമ്മ അവരുടെ ജീവിതഭാരം ലഘൂകരിക്കുകയും അവരുടെ ആവശ്യങ്ങളിൽ ഉടൻ പരിഹാരമായി അമ്മ ഈശോയിൽ നിന്ന് വലിയ അനുഗ്രഹം നൽകി അവർക്ക് പ്രാപിച്ചു കൊടുത്തു എന്നാണ് ശാലിനി ഇവിടെ ഏറ്റുപറയുന്നത്. 1.5 വർഷമായിട്ടുണ്ടായിരുന്ന ഒരു വലിയ എമൗണ്ട് കടം ജപ്തിയായി അവർക്ക് വീട് നഷ്ടപ്പെടും എന്നുള്ള ആശങ്കയിൽ ഇവിടെ വന്ന് ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ 1,80,000 രൂപ ഇളവ് നൽകി 1,00,000 രൂപ ഇളവ് നൽകുകയും ബാക്കി അടച്ചു തീർക്കേണ്ട പണം വളരെ പെട്ടെന്ന് അവർക്ക് സഹായമായി എത്തുകയും ചെയ്തതിൻ്റെ ഒരു സാക്ഷ്യമാണ്. നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ ജീവിതഭാരം ലഘൂകരിക്കുന്ന ഒരവസ്ഥ കൂടി നാം ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മെ അറിയാത്തവർ നമുക്ക് യോഗ്യതയില്ലാത്ത അവസരങ്ങളിൽ സാഹചര്യങ്ങളിലെല്ലാം പരിശുദ്ധ അമ്മ നമ്മെ എപ്പോഴും സഹായിച്ചു കൊണ്ടിരിക്കുന്ന, അതെല്ലാം ഈശോയിലേക്ക് അടുക്കാൻ വേണ്ടി അമ്മ നൽകുന്ന ചില ഭൗതിക നേട്ടങ്ങളും അല്ലെങ്കിൽ ചില അടയാളങ്ങൾ മാത്രമാണ്. അതല്ല ഉടമ്പടിയെന്ന് ഓരോ മക്കളും അറിഞ്ഞിരിക്കണം എന്ന് ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മകളുടെ സ്റ്റേറ്റ് ലെവൽ ബ്രോൺസ് മെഡൽ കിട്ടിയ ഒരു അനുഭവം അമ്മ ഇവിടെ പറയുന്നുണ്ട്. ഒരു ക്രിക്കറ്ററായി വളരേണ്ട ഭാവിയുള്ള നല്ല മകളാണ്. പക്ഷേ അമ്മയുടെ ആശങ്ക എൻ്റെ മക്കൾ ഈശോയെ സ്നേഹിക്കണം എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മ നമുക്ക് ഈശോയിൽ നിന്ന് ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾ തരുന്നത് അത് അവിടെ ഇതാണ് ജീവിതം അല്ലെങ്കിൽ ഇതാണ് എൻ്റെ വിജയം എന്ന് കാണാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ ഓരോ എക്സ്പ്രഷനിലൂടെ നമ്മുടെ ഓരോ സംസാര രീതിയിലൂടെയെല്ലാം എനിക്ക് ഈശോ ആരാണെന്ന് പത്രോസിനോട് ചോദിക്കുന്ന പോലെ നീ എന്നെ സ്നേഹിക്കുന്നു. 3-ാം പ്രാവശ്യവും പത്രോസ് വളരെ സങ്കടപ്പെട്ടുകൊണ്ടാണ് പറയുന്നത്, അങ്ങേക്കെല്ലാം അറിയാമല്ലോ. അവിടുത്തെ കൈകൾ കാണിച്ചു കൊടുക്കേണ്ട ഒരവസ്ഥ ഈശോയ്ക്ക് വന്നു. തോമസിനോട് പറഞ്ഞു, തോമസ്, ഞാൻ ഈശോയെ കാണാതെ അവിടുത്തെ വിരലുകളിൽ കൈയിടാതെ ഞാൻ വിശ്വസിക്കില്ല എന്ന് തോമസ് പറഞ്ഞപ്പോൾ ഈശോ തന്നെ അവിടുത്തെ കൈകളും അവിടുത്തെ പാർശ്വവും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു പരീക്ഷണത്തിന് നാം ഈശോയെ വിട്ടുകൊടുക്കരുത്. കാരണം ഈശോയെ നമ്മൾ സ്വീകരിക്കുന്നു, ഈശോയെ നമ്മൾ അനുഭവിക്കുമ്പോൾ പിന്നെ നമ്മളൊരു അടയാളത്തിൻ്റെ ആവശ്യം നമുക്കില്ല. ഈശോ നമുക്ക് സമീപസ്ഥനാണ്. 2026 വർഷം മുൻപ് ഈ ഭൂമിയിൽ സഞ്ചരിച്ച അതേ ദൈവം നമ്മുടെ കൂടെ ഇന്ന് നടക്കുകയാണ്. പരിശുദ്ധ അമ്മ നമ്മളെ കൈപിടിച്ച് ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. നമുക്കെപ്പോഴും നമ്മെ വിജയിപ്പിക്കുന്ന ഈ മകൾക്ക് SSLC പരീക്ഷയിൽ ഇത് എനിക്ക് ഇത്രയും 8 A+ കിട്ടിയാൽ അല്ലെങ്കിൽ 10 A+ കിട്ടിയാൽ ഞാനിത് വിശ്വസിക്കാം എന്നൊരു തർക്കം അവിടെ ആവശ്യമില്ല. ഉടമ്പടിയിലാണെങ്കിൽ അത് സാധിച്ചിരിക്കും. കാരണം നമുക്ക് ചെയ്യാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അവൻ പറയുന്നത് പോലെ ചെയ്യുക. അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിച്ചാൽ ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. അതുകൊണ്ട് ഒരനുഗ്രഹത്തിന് ശേഷം ഈശോയെയും അമ്മയെയും നാം വിട്ടുകളയരുത്. അവിടുത്തെ സ്നേഹത്തിൽ നമുക്ക് നിലനിൽക്കാം. ഈശോ പറയുന്നത് തന്നെയാണ്, നിങ്ങളെൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. അതാണ് ഉടമ്പടി. നമുക്ക് നിത്യതയിലേക്ക് സഞ്ചരിക്കാം. ശാലിനിക്കും മകൾക്കും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ്
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.